2008 അങ്ങ് ഓർക്കുന്നുണ്ടാവും. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന അതൊരു പരീക്ഷാ തട്ടിപ്പാണ്. ആക്ച്വലി നമ്മളൊരു ഭരണത്തിൽ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് വളരെ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളോട് സീറോ ടോളറൻസ് ഉള്ള ഒരു ഗവൺമെൻറ് ആവണം അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ ക്രമക്കേട് നടന്നാൽ സ്പോട്ടിൽ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൈസ് ചാൻസലർ ഹി ഷുഡ് മൂവ് ഔട്ട്. കാരണം അത് അത്രയും കാര്യം ഇതൊരു പബ്ലിക് സിസ്റ്റം. ഒരു ഗവൺമെൻറ്റിനും ഒരു ഭരണാധികാരിക്കും ഒരാൾക്കും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നൂറുകണക്കിന് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ച വന്നാൽ ദാറ്റ് ഷുഡ് ഹാപ്പൻ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കാനും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് നിയമനം പരീക്ഷ എഴുതാത്തവർ പോലും നിയമനം നേടിയെന്നാണ് കേസ്. പരീക്ഷയ്ക്ക് വരാത്തവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് നിയമനം നേടി. പരീക്ഷ എഴുതിയവരുടെ എല്ലാം ഫലം പുറത്തു വന്നില്ല. ഉത്തരപേപ്പർ മൂല്യനിർണ്ണയത്തിന് അയച്ചപ്പോൾ തന്നെ 46 എണ്ണം കുറവായിരുന്നു. എന്നിട്ട് അതിനെന്ത് സംഭവിച്ചു? ആ കേസിനെ സബോട്ടാഷ് ചെയ്യുന്ന രീതി പിന്നീട് ഉണ്ടാവുകയാണ്. അതിലെ കുറ്റക്കാരെല്ലാവരും രക്ഷപ്പെടുകയാണ്. ആരെയും നമുക്ക് റെസ്പോൺസിബിൾ ആക്കാൻ പറ്റില്ല. പിന്നീട് 2018 കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം ഏതാണ് സർ? കേരളത്തിലെ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ അവരുടെ ഭാവിക്ക് വേണ്ടി പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്ന സ്ഥാപനം PSC. ആ PSC പരീക്ഷയിൽ നടന്ന വലിയൊരു തട്ടിപ്പ് നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയെ ഷെയ്ക്ക് ചെയ്തതാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാഷ്ട്രീയം പറയുന്നതാണ്. ആലോചിച്ച് നോക്കണം. മുഴുവൻ ഇരുന്ന് പഠിച്ച് പരീക്ഷ ചെയ്ത് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു PSC ഉദ്യോഗാർത്ഥിയുടെ മുമ്പിലേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത് പരീക്ഷാ തട്ടിപ്പിനെ കുറിച്ചാണ്. വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആദ്യ 5 റാങ്കുകാർ എന്താണ് ഒരുപക്ഷെ ഇതന്നെ ഈ വിഷയം പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ലെസൺസും നമ്മൾ നമ്മുടെ ഇൻട്രോസ്പെക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം നീറ്റിനെ സംബന്ധിച്ച് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഞാൻ പറയുന്നത് അതിനുശേഷം ആ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച്, ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഏജൻസി, അതിന്റെ അകത്ത് കേവലം ഈ റാങ്ക് കിട്ടി 5 പേരെ മാത്രം പ്രതിയാക്കി ബാക്കിയുള്ളവരെ മുഴുവൻ പോകാൻ അനുവദിച്ചു. സാർ ആലോചിക്കണം. അതിൽ വേറെ ആർക്കും ഒരു പങ്കുമില്ല എന്ന് വേണം കരുതാൻ. ഞാൻ പറയുന്നത് കേരളത്തിൽ പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തും സമാനമായ നിലയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യാൻ നോക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരോപണ പ്രത്യാപനത്തിന്റെ വേദിയല്ല ഇത്. ഒരു 130 ഒരു ഹെൽത്തി ഉണ്ടാവണം. ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങ് ഇന്റർഫിയർ ചെയ്ത് എന്റെ എല്ലാ ചീത്ത വാക്കൊന്നും പറഞ്ഞിട്ടല്ലോ, അങ്ങ് എപ്പോഴും ഇന്റർഫിയർ ചെയ്യാണ്. ഞാൻ പറയുന്നത് പരീക്ഷാ തട്ടിപ്പ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതോ ഒരു സംഭവത്തിൽ ഒരു സർക്കാരിന് കീഴിൽ മാത്രം നടക്കുന്നതല്ല. We should learn lesson from this. കേരളത്തിൽ നടന്നിട്ടില്ലെന്ന് പറയാൻ കഴിയോ? കേരളത്തിൽ നടന്നതിന് നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്തു? നമുക്കൊരു ഈ പ്രമേയം അവതരിപ്പിച്ചതും പ്രമേയത്തെ പിന്തുണച്ചവരും പരീക്ഷാ തട്ടിപ്പുകൾ എന്തിനാണ് ന്യായീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പരീക്ഷാ തട്ടിപ്പുകളെ ന്യായീകരിക്കുന്നത്? ഈ പ്രമേയം കൊണ്ടുവന്നവരും ഈ പ്രമേയത്തെ അനുകൂലിച്ചവരും പറയുമ്പോ അതിനെ ന്യായീകരിക്കുന്ന നിലപാട് ശരിയല്ല. കേരളത്തിൽ ഈ പ്രവേശന പരീക്ഷകളിൽ ക്രമക്കേട് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും നമ്മൾ തയ്യാറാകണം. ഇവിടുത്തെ PhD പ്രവേശന പരീക്ഷ അടക്കം ഇവിടെ നടക്കുന്ന നിരവധി പരീക്ഷകളെ കുറിച്ച് ആരോപണങ്ങളുണ്ട്. അതുകൂടി പരിശോധിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റാനും ഒരു കുറ്റമറ്റ സിസ്റ്റം നമ്മുടെ സംവിധാനത്തിൽ കൊണ്ടുവരാനും കൂടി നമ്മൾ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ